ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയായ L2 എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഇന്നലെ തിങ്കളാഴ്ചയും ഒട്ടനവധി അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. മാർച്ച് 27-ന് തിയേറ്ററിലെത്തുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഗൾഫ് GCC രാജ്യങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ലെങ്കിലും യൂറോപ്പ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ആദ്യ ദിവസം തന്നെ ₹1,40,00,000 പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് UK-യിൽ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഒരു മലയാള സിനിമ ആദ്യ ദിവസം നേടിയെടുക്കുന്ന ഏറ്റവും വലിയ സ്ക്രീൻ കൗണ്ടാണ് UK-യിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 218 സ്ക്രീനാണ് ആദ്യ ദിവസം എമ്പുരാന് UK-യിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജർമ്മനിയിലെ ഐമാക്സുമായി ബന്ധപ്പെട്ടാണ്. 2 തിയേറ്ററുകളിൽ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മിനിറ്റിൽ 70 ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ 1000 ടിക്കറ്റാണ് എമ്പുരാന് വേണ്ടി ഇവിടെ വിറ്റഴിക്കപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആന്ധ്ര തെലങ്കാനയിൽ നിന്നാണ്. ആന്ധ്ര തെലങ്കാനയിൽ ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ദിൽ രാജുവിന്റെ SVC റിലീസ് കമ്പനിയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിയോടെ ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തുവരും എന്നും പ്രതീക്ഷിക്കുന്നു. ഇനി വിവിധ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20-ന് തിയേറ്ററിലെത്തി 50 കോടി ക്ലബിൽ എത്തപ്പെട്ട ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ OTT റിലീസിംഗ് ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 20-നാണ് ഈ സിനിമയുടെ OTT റിലീസിംഗ്. നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമയുടെ OTT റിലീസ് പൂർത്തിയാകുന്നത്. അതേസമയം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ നിലവിൽ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 29 കോടിയോളം രൂപയാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 52,40,00,000 രൂപയുമാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 21-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 3,09,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 4 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. മാർച്ച് 7-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഔസേപ്പിന്റെ ഒസിയത്ത്. ശരചന്ദ്രൻ RJ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 1,07,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 1,22,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. സജിൻ ഗോപു, അനശ്വരരാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് പൈങ്കിളി. ഫഹദ് ബാസിൽ, ജിത്തു മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി 3,64,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 4,84,00,000 രൂപയുമാണ്. ഷംസു സൈബ് സംവിധാനം ചെയ്ത് മാർച്ച് 29-ന് തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് അഭിലാഷം. അർജുൻ അശോകൻ, സൈജു കുറുവ്, തൻവീർ റാം എന്നിങ്ങനെയാണ് താരങ്ങൾ. ഛായാഗ്രഹണം സജിൻ കാക്കുവും എഡിറ്റിംഗ് നിംസുമാണ്. സംഗീതം ശ്രീഹരി K. നായർ. ഈ സിനിമയുടെ ട്രെയിലർ ഇന്നലെ യൂട്യൂബ് വഴി റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രെയിലർ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ, ബാബു ആന്റണി എന്നിവർ പ്രധാന താരങ്ങളായി M. മോഹനൻ സംവിധാനം ചെയ്ത് ജനുവരി 31-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം. 5 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 9,23,00,000 രൂപയാണ്. ആവറേജ് വിജയം ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ സിനിമയുടെ OTT റിലീസിംഗ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് മാർച്ച് 14-നായിരുന്നു. മനോരമ മാക്സ് ഉൾപ്പെടെ വിവിധ OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ റിലീസ് ചെയ്യപ്പെടും എന്ന വാർത്ത വന്നെങ്കിലും 14-ന് ഈ സിനിമയുടെ OTT റിലീസിംഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ മാർച്ച് 17 തിങ്കളാഴ്ച ആമസോൺ പ്രൈം വഴി വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമയുടെ OTT റിലീസിംഗ് പൂർത്തിയാക്കുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ട സിനിമ കൂടിയായിരുന്നു ഒരു ജാതി ജാതകം. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.